അടുത്തതായി സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ മനോജ് ജോർജ്. ബഹുമാന്യരായ ശ്രീ പ്രശാന്ത് ഭൂഷൺ ജി, ബഹുമാന്യരായ സുഗതകുമാരി ടീച്ചർ, പിന്നെ എൻ്റെ ഡയസിലുള്ള കലീഗ്സ്, ഫ്രണ്ട്സ്, അധികം സമയം എടുക്കുന്നില്ല. പ്രശാന്ത്ജിനെ കേൾക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ്, ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ റെക്കഗ്നിഷൻ ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് സുഗതകുമാരി ടീച്ചറായിരുന്നു. ആറന്മുളയിലെ എയർപോർട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾ പാർട്ടി കൺവെൻഷനിലാണ് ആദ്യമായിട്ട് ആം ആദ്മി പാർട്ടിയെ മറ്റുള്ള എല്ലാ പാർട്ടിക്കും കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് അന്ന് ടീച്ചർ പ്രൊവൈഡ് ചെയ്തത്. അവിടെ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വളർച്ച. അതിന് ടീച്ചർ താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയ ദിവസം ഒരു വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഇന്ത്യ കണ്ടു ഒരു സാധാരണക്കാരൻ്റെ ശക്തി എന്താണെന്നുള്ളത്. ഇന്ന് സാധാരണക്കാരൻ്റെ ഒരു പാർട്ടി ഡൽഹി ഭരിക്കാൻ തുടങ്ങുന്നു. ഒരു വർഷം മുമ്പ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ ഒത്തിരിയധികം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ വന്ന വിമർശനം, ഈ പാർട്ടിക്ക് വലിയ ആയുസ്സൊന്നും ഇല്ല, അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ 1 മാസം 2 മാസം അത് കഴിയുമ്പോഴത്തേക്കും ഈ പാർട്ടി അവിടെ വെച്ചിട്ട് തീർന്നു പോകും. അത് നടന്നില്ല. ടൈം അനുസരിച്ച് പാർട്ടി വളർന്നുകൊണ്ടിരുന്നു, ശക്തിപ്പെടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഡൽഹി ഇലക്ഷൻസ് അടുത്ത് വന്നപ്പോഴത്തേക്കും അടുത്ത വിമർശനം വന്നത്, അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ 1 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ്, ഇതിലപ്പുറമൊന്നും ആം ആദ്മി പാർട്ടി കാണില്ല. ആം ആദ്മി പാർട്ടി ഫോം ചെയ്തപ്പോൾ തന്നെ ശ്രീ അരവിന്ദ് കെജ്രിവാൾ, ശ്രീ പ്രശാന്ത് ഭൂഷൺ, മറ്റുള്ള എല്ലാ ലീഡേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്. ആം ആദ്മി പാർട്ടി പവറിലേക്ക് വരാൻ വേണ്ടിയല്ല, ആം ആദ്മി പാർട്ടി ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. കാര്യം ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്ങനെ IAC മൂവ്മെൻറ്റിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഉണ്ടായെന്നും അത് നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോഴ്സ് ചെയ്തതാണ്. ആം ആദ്മി പാർട്ടി ഒരിക്കലും ഫോം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായില്ല, പക്ഷെ ഫോഴ്സ് ചെയ്തതാണ്, ചലഞ്ച് ചെയ്തു. നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വരൂ, നമ്മളുമായിട്ട് കണ്ടസ്റ്റ് ചെയ്യൂ, കണ്ടസ്റ്റ് ചെയ്ത് ജയിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് ജനലോക്പാലോ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഉള്ള എന്ത് ലോസും നിങ്ങൾ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യൂ. ആ ചാലഞ്ച് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് ഫോർമേഷൻ. ഫോം ചെയ്ത് അന്ന് തൊട്ട് ഇവിടെ കഴിഞ്ഞ 65 വർഷത്തിൽ കൂടുതൽ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ സ്റ്റെപ്സും അതിനെ എല്ലാം മാറ്റിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോയത്. ആദ്യം തന്നെ ആം ആദ്മി പാർട്ടി പറഞ്ഞു, എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100% ട്രാൻസ്പെറൻസിയോടെ അക്കൗണ്ടബിൾ ആയിട്ട് വൈറ്റ് മണി വെച്ചിട്ട് മാത്രമേ ആം ആദ്മി പാർട്ടി ഇവിടെ എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുള്ളൂ. അന്ന് എല്ലാവരും പറഞ്ഞു ഇത് സാധ്യമല്ല, ഇന്ത്യയിൽ ഇത് സാധ്യമല്ല. അത് പറ്റും, ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്ന് ആം ആദ്മി പാർട്ടി കാണിച്ചു കൊടുത്തു. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടിയാണ് ഒരു ടാർഗറ്റ് വെച്ച് ഫണ്ട് സ്വീകരിക്കാൻ തുടങ്ങി. ആ ടാർഗറ്റ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇനി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാശ് ആയി, ഇനി ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ഫണ്ട് സ്വീകരണം നിർത്തിയ ഒരേ ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. ഇതുപോലെ തന്നെ
ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് കണ്ടസ്റ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ള മിക്ക പൊളിറ്റിക്കൽ അനലിസ്റ്റ്സ് വരെ അതിനെ വിമർശിച്ചു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ കാണാത്ത ഒരു കാര്യമാണെന്ന്. പക്ഷെ അതും റിയാലിറ്റി ആക്കി മാറ്റി ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത പല കാൻഡിഡേറ്റ്സിനെയും ഒരേ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അവരെ സെലക്ട് ചെയ്തു, അവരെ കണ്ടസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇന്ന് 28 സീറ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റെപ്സ് മാറ്റുക, അതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. അതിനാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പവർ കിട്ടി, അതൊരു വേറെ കാര്യം. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇന്നിപ്പം നിലവിലുള്ള എല്ലാ പാർട്ടീസും 100 വർഷത്തിൽ കൂടുതൽ ഹിസ്റ്ററി ഉള്ളതും 50 വർഷം ഹിസ്റ്ററി ഉള്ള പാർട്ടീസും എല്ലാം അവരുടെ നേതാക്കൾ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അടുത്ത് നിന്ന് പലതും പഠിക്കാനുണ്ട് എന്നാണ്. 1 വർഷം പ്രായമുള്ള പാർട്ടിയുടെ അടുത്തുനിന്ന് 65 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാർട്ടീസിന് പഠിക്കാനുണ്ട് എന്നുള്ളത്. അവിടെ തന്നെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ചേഞ്ച് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം BJP അവർ വന്നു. ഇപ്രാവശ്യം അവരും ലോക്സഭാ ഇലക്ഷൻസ് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡൊനേഷൻസ് സ്വീകരിച്ചും ജനങ്ങളുടെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻസ് എടുത്തും ജനങ്ങളുടെ സജഷൻസ് എടുത്തിട്ടാണ് ലോക്സഭാ ഇലക്ഷൻസ് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് മതി. ഇതായിരുന്നു ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത്. ആം ആദ്മി പാർട്ടി ജയിക്കണം എന്നുള്ളതല്ല, ഇവിടെ ഒരു സിസ്റ്റം ചേഞ്ച് ഉണ്ടാവണം. കാര്യം സിസ്റ്റം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇവിടെ വരും. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നാൽ, ക്ലീൻ ഇമേജ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ജനങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉള്ള കാൻഡിഡേറ്റ്സ് വന്നാൽ ഇവിടുത്തെ പൊളിറ്റിക്സും ഇവിടുത്തെ ഗവർണൻസും ഓട്ടോമാറ്റിക്കലി മാറും. അപ്പം ഉദ്ദേശിച്ച കാര്യം ഓൾമോസ്റ്റ് ഒരു 50% കൂടുതൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കത് ആ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അതിന് ആകെ വേണ്ടത് നമ്മൾ ഓരോ ആളും കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളെ രാജ്യത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് സമയം മാറ്റി വെച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആം ആദ്മി പാർട്ടിയിൽ പാർട്ടി വർക്കേഴ്സ് ഇല്ല. വർക്കേഴ്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് വോളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയിൽ വരുന്നവർ ഒരിക്കലും ഇത് ഒരു സോഴ്സ് ഓഫ് ലിവിങ് എന്നുള്ള രീതിയിൽ പ്ലീസ് കൺസിഡർ ചെയ്ത് വരരുത്. ഒരു വോളണ്ടറി സർവീസ് ആയിരിക്കണം സോഴ്സ് ഓഫ് ലിവിങ്. നമ്മൾ എല്ലാവരും വേറെ എന്തെങ്കിലും കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാനുണ്ടായുള്ളൂ. കാരണം അനിൽജി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശാന്ത് ജിയുടെ അടുത്തു നിന്നാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുള്ളതും നമ്മുടെ ഡൗട്ട്സും അതൊക്കെ ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് പ്രശാന്ത് ജി ഇവിടെ ഉള്ളത്. അപ്പം